എല്ലാവർക്കും നമസ്കാരം. ബ്ലിസ് ലൂപ്പ് യോഗയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ചെയ്തോ അതും അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കൂടുതൽ ആസനങ്ങളും. ഇതും ബിഗിനർ ലെവലാണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആസനങ്ങളും നമ്മളിതിൽ ചെയ്യാൻ പോകുന്നില്ല. ബിഗിനർ ലെവലാണ്. ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആസനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്യുക. അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പ്രാണായാമയും അതുപോലെ സ്റ്റാർട്ടിങ് മന്ത്രസും എല്ലാം പെട്ടെന്ന് ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ അത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മൾ ഡയറക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. അതിന് വേണ്ടിയിട്ട് സുഖാസനയിൽ ഇരിക്കുക. സുഖാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുന്നതിനെയാണ് സുഖാസന എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് വജ്രാസനത്തിൽ ഇരിക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ വജ്രാസനത്തിൽ ഇരിക്കാം, പത്മാസനത്തിൽ ഇരിക്കാം. ഏത് മെഡിറ്റേറ്റീവ് പോസ്ചറിൽ വേണമെങ്കിലും ഇരുന്ന് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ സുഖാസനത്തിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഓം ചാൻഡ് ചെയ്യും. അതിനുശേഷം ഓപ്പണിംഗ് പ്രയറും ചെയ്യും. ഫസ്റ്റ് അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ച് ചിന്മുദ്ര വെച്ച് ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്യണം. ബ്രീത്തിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓം ചാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓം ചാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡീപ്പ് ഇൻഹലേഷൻ എടുക്കണം. Now feel the vibrations of Omkara throughout the body. Now in this state of mind, we will chant the opening prayer. Bring your hands into heart center. We will chant the Gayatri Mantra as opening prayer. Om Bhurvuvaswaha Tatsavidurvarenyam Bhargo Devasya Dhimahi Diyo Yonna Prachodayat. Now rub your hand and generate some nice heat. എന്നിട്ട് ആ ഹീറ്റിനെ നമ്മൾ നമ്മുടെ കണ്ണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം കഴുത്തിലോട്ട്, പിന്നെ നമ്മുടെ ബാക്കിലോട്ട്. എന്നിട്ട് നമ്മൾ സ്ലോലി നമ്മുടെ കണ്ണ് തുറക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്, അഥവാ പ്രാണായാമ. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കപാൽപതിയാണ്. കപാൽപതി ചെയ്യാൻ വേണ്ടിയിട്ട് വജ്രാസനത്തിലോട്ട് ഇരിക്കണം ആദ്യം. അപ്പം നമ്മൾ വജ്രാസനത്തിന് ഇരുന്നതിന് ശേഷം ചിന്മുദ്ര കൈകളിൽ പിടിക്കണം. എന്നിട്ട് നമ്മുടെ താഴസിൻ്റെ മേലെ വെക്കണം. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ഒരു ഡീപ്പ് ഇൻഹലേഷൻ എടുത്തിട്ട് പിന്നെ ഫോഴ്സ്ഫുൾ എക്സലേഷൻസ്. അപ്പോൾ ഇൻഹേൽ,
1 സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 to 3 നോർമൽ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്ത് നമ്മളുടെ ബ്രത്തിനെ നോർമലൈസ് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തത് 30 എക്സലേഷൻസ് ഉള്ള ഒരു സെറ്റ് കപാൽപതിയാണ്. ഇതുപോലത്തെ 3 എണ്ണം ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐസ് ക്ലോസ് ചെയ്തതിന് ശേഷം ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. നോർമലൈസ് യുവർ ബ്രെത്ത്. നമ്മുടെ ബ്രീത്തിങ്ങിനെ നോർമലൈസ് ചെയ്യണം. Now start the third round. Inhale. Normalize your breath. അപ്പോൾ നമ്മൾ 3 റൗണ്ട് കപാൽപതി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാമിംഗ് പ്രാണായാമ ചെയ്യണം. നമ്മൾ നാഡിശോധനയാണ് ചെയ്യാൻ പോകുന്നത്. 5 റൗണ്ട്സ് നാഡിശോധന ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വജ്രാസനത്തിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖാസനത്തിലോട്ട് മാറാം, അല്ലെങ്കിൽ വജ്രാസനയിൽ തന്നെ ഇരുന്നിട്ട് നാഡിശോധന കണ്ടിന്യൂ ചെയ്യാം. നാഡിശോധന ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ചിന്മുദ്ര പിടിക്കണം, അതുപോലെ റൈറ്റ് ഹാൻഡിൽ വിഷ്ണു മുദ്ര പിടിക്കണം. എന്നിട്ട് റൈറ്റ് നോസ്ട്രൽ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുക, പിന്നെ ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റിലൂടെ എക്സെയിൽ ചെയ്യുക. അഗെയിൻ റൈറ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുക, പിന്നെ റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ എക്സെയിൽ ചെയ്യുക. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Once you are done 5 rounds of Nadi Shodhana, slowly open your eyes. ഇനി നമ്മൾ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇരുന്നിട്ടുള്ള വാമപ്പാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്കിന് വേണ്ടി ചെയ്യും. ഇൻഹേൽ, ലുക്ക് ഇൻ ടു ദ സീലിംഗ്. എക്സേൽ, ബ്രിങ് യുവർ ചിൻ ടു ചെസ്റ്റ്. ഇൻഹേൽ ചെയ്തിട്ട് നമ്മൾ സീലിംഗിലോട്ട് നോക്കണം. എക്സേൽ ചെയ്തിട്ട് നമ്മുടെ ചിന്ന് ചെസ്റ്റിലോട്ട് കൊണ്ടുവരണം. 3, 4 and 5. Now inhale center, exhale, look into the right side. Inhale center, exhale left. Inhale, exhale, inhale, exhale. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, and inhale center. Now inhale ear to shoulder. Again inhale center, exhale ear to
shoulder. Inhale, center, ear to shoulder. Inhale, center, exhale, ear to shoulder. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale and inhale. ഇനി നമ്മൾ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെക്ക് ഇഞ്ചുറീസ്, ഷോൾഡർ ഇഞ്ചുറീസ്, വെർട്ടിഗോ ഇഞ്ചുറീസ്, അതേപോലെ എന്തെങ്കിലും ബ്രെയിൻ സർജറീസ് എല്ലാം കഴിഞ്ഞവർ, ബ്രെയിനിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഹാഫ് റൊട്ടേഷൻ മാത്രം ചെയ്യുക, ബാക്കിയുള്ളവർ ഫുൾ റൊട്ടേഷൻ ചെയ്യുക. അപ്പം നമ്മൾ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇൻഹേൽ ചെയ്യുമ്പോൾ മേലോട്ട് കൊണ്ടുപോകണം, എക്സേൽ ചെയ്യുമ്പോൾ താഴോട്ട്. 1 2 3 4 and 5. Now opposite side. 1 2 3 4 and 5. അപ്പൊ നമ്മുടെ നെക്കിന്റെ കഴിഞ്ഞു. ഇനി നമ്മൾ ഷോൾഡറിനാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ കൈയിന്റെ മുട്ടുകൾ മടക്കിയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് താഴോട്ടും മേലോട്ടും ആക്കണം. 2 3 4 and 5. ഇനി 1 മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യണം. 2 3 4 5 6 7. ഇനി നമ്മൾ എൽബോന് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് കൈയും ഇവിടെ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാം. 1 2 3 4 5. ഇനി കൈ രണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു ലൂസ് വിസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. നമ്മുടെ വിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ്. 1 2 3 4 5. Now opposite side. 1 2 3 4 5. ഇനി കൈ ഒന്ന് നന്നായി ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഫിംഗേഴ്സ് എല്ലാം നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാം. 3 4 5. ഇനി നമ്മൾ നമ്മുടെ വേസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ സുഖാസനത്തിലോട്ട് ഇരിക്കണം. സുഖാസനത്തിൽ ഇരുന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സൈഡ് ബെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇൻഹേൽ, റൈസ് ബോത്ത് യുവർ ഹാൻഡ്സ്. എക്സേൽ, bend towards the right side. Inhale, exhale, inhale, exhale, inhale, exhale. 5 6 7 8 9 and 10. Now inhale, center and release your hands. ഇനി നമ്മുടെ താഴ്സിനെ നന്നായി ഒന്ന് നമ്മുടെ കൈകൾ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വേസ്റ്റ് റൊട്ടേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. മേലോട്ട് വരുമ്പോൾ ഇൻഹേൽ, താഴോട്ട് പോകുമ്പോൾ എക്സേൽ. 2 3 4 and 5. The opposite side. 1 2 3 4 and 5. ഇനി നമ്മൾ നമ്മുടെ ലെഗ്സിന് വേണ്ടി ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദണ്ഡാസനത്തിൽ ഇരിക്കണം. അതായത് കാല് രണ്ടും നിർത്തി വെച്ച് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ഫസ്റ്റ് കാല് രണ്ടും ഒന്ന് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യും. നമ്മുടെ ടോസ് എല്ലാം ഒന്ന് ഫ്രണ്ടിലോട്ട് നന്നായി സ്ട്രെച്ച് ചെയ്യും. എന്നിട്ട്
ടോസ് നമ്മളുടെ അടുത്തോട്ട് പോയിന്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യും ഒന്ന് നന്നായിട്ട്, എന്നിട്ട് മേലോട്ടും സ്ട്രെച്ച് ചെയ്യും. 3 4 5. ഇനി നമ്മൾ കാലൊത്തിരി ഒന്ന് അകത്തി വെച്ചതിന് ശേഷം പുറത്തോട്ട് നമ്മളെ കാലിനെ ഡ്രോപ്പ് ചെയ്യും. അതുപോലെ ഉള്ളിലോട്ട് വന്നിട്ട് നമ്മളെ തള്ളവിരലിനെ മാറ്റിൽ ടച്ച് ചെയ്യുന്ന തരത്തിൽ സ്ട്രെച്ച് ചെയ്യും. പുറത്തോട്ട് ഓപ്പൺ ചെയ്യും, പിന്നെ ഉള്ളിലോട്ട്, പുറത്തോട്ട് ഉള്ളിലോട്ട്. 4 5. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. 1 2 3 4 5. ഓപ്പോസിറ്റ് 1 2 3 4 and 5. ഇനി നമ്മുടെ രണ്ട് നീസും ഒന്ന് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മലാസനത്തിലോട്ട് വരും. നമ്മൾ സ്റ്റാൻഡിങ് ആസനാസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വാമപ്പ് കഴിഞ്ഞു, സ്റ്റാൻഡിങ് ആസനാസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം മലാസനത്തിൽ ഇരുന്നതിന് ശേഷം നേരെ താടാസനത്തിൽ നിൽക്കും. എന്നിട്ട് താടാസനത്തിൽ നിന്നതിന് ശേഷം നമ്മൾ നമ്മുടെ രണ്ട് കൈയും ഉയർത്തിയിട്ട് നമ്മളുടെ രണ്ട് കൈയിൻ്റെയും വിരലുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്യും. എന്നിട്ട് അതിന് നമ്മൾ മേലോട്ടൊന്ന് തിരിക്കും. എന്നിട്ട് ഹീൽസ് രണ്ടും കൂടെ പൊന്തിച്ച് നമ്മളൊരു പോയിന്റിലോട്ട് ഫ്രണ്ടിലോട്ട് നോക്കി ബാലൻസ് ചെയ്തിട്ട് നിൽക്കും. ഒരു 5 കൗണ്ട്സ് നിൽക്കും. 1 2 3 4 and 5. ഇനി സ്ലോലി നമ്മൾ നമ്മുടെ ഹീൽസ് റിലീസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹാൻഡ്സും റിലീസ് ചെയ്യും. 5 റൗണ്ട്സ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. 7 to 10 കൗണ്ട്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ കട്ടില ക്ലാസ്സിനെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കൈ രണ്ടും നമ്മുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് പാമ്പ് രണ്ടും ഫേസിങ് ഈച്ച് അതറായി പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലോവർ ബാക്കിലും വെക്കും, ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ റൈറ്റ് ഷോൾഡറിലും വെച്ച് ബാക്കിലോട്ട് നോക്കി നിൽക്കും. 1 ഹോൾഡ് ദ പോസ്ചർ, ബ്രീത്ത് നോർമലി. 2 3 4 and 5. Now slowly release and come to center. Now we will do the left side. നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ലോവർ ബാക്കിൽ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൽ വെച്ച് ബാക്കിലോട്ട് നോക്കി നിൽക്കും. ഹോൾഡ് ദ പോസ്ചർ. 1 2 3 4 and 5. Now slowly come back to center. നമ്മൾ ഫസ്റ്റ് ഒരു 1 വീക്ക് ഒക്കെ 5 കൗണ്ട്സ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് കൗണ്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. 7 to 10 ടൈംസ് ചെയ്യുക. അത് കഴിഞ്ഞ് 15 20 എന്നുള്ള രീതിയിൽ കൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൃക്ഷാസനയാണ്. വൃക്ഷാസന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാല് മുട്ട് മടക്കിയിട്ട് ഈ കാൽപാദം നമ്മുടെ ഇന്നർ തായ്സിലോട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ രണ്ട് കൈയും കൂടെ ഉയർത്തിയിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ പോസ്ചറിൽ നമ്മൾ ഒരു ഫ്രണ്ടിലുള്ള ഒരു പോയിന്റിലോട്ട് നോക്കി നമ്മൾ നമ്മുടെ ബോഡീനെ ബാലൻസ് ചെയ്ത് ഫ്രണ്ടിലൊരു പോയിന്റിലോട്ട് നോക്കി നിൽക്കണം. നമ്മൾ ഫ്രണ്ടിലൊരു പോയിന്റിലോട്ട് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോസ്ചർ ഹോൾഡ് ചെയ്യണം. ഇതും ഒരു 5 കൗണ്ട്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. സ്ലോലി റിലീസ് ചെയ്യുക നമ്മൾ പോസ്ചർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗ് ഇതേപോലെ തന്നെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ രണ്ടും ജോയിൻ ചെയ്യും. ഫ്രണ്ടിലൊരു പോയിന്റിലോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കും. 1 2 3 4 and 5. സ്ലോലി റിലീസ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മുടെ കാല് ഇങ്ങനെ വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ബാലൻസ് കിട്ടിയെന്ന് വരില്ല, എടുത്ത് വെക്കാൻ പറ്റിയെന്നും വരില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ
വോൾ സപ്പോർട്ട് എടുക്കുക. വോൾ സപ്പോർട്ട് എടുത്തിട്ട് നമ്മൾ കാലിവിടെ കയറ്റി വെച്ച് നിൽക്കുക, കൈ ഇതാക്കുക. ഇൻ കേസ് ബാലൻസ് പോകുമ്പോൾ അപ്പോൾ ഒരു കൈയ്യിട്ട് സപ്പോർട്ട് എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അതും വയ്യ, നിങ്ങൾക്ക് കാല് ഒട്ടും മടക്കി ഇങ്ങോട്ട് വെക്കാൻ വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കാല് ഒട്ടും ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ കാലിനെ നമ്മുടെ ആംഗിളിന് തൊട്ട് മേലെയായിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് കൈകളും തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ബാലൻസ് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് കയറ്റി വെക്കാൻ പ്രാക്ടീസ് ചെയ്താലും മതി. രണ്ടും ഓക്കെയാണ്. സ്ലോലി പ്രാക്ടീസ് ചെയ്ത് പോസ്റ്ററിലോട്ട് എത്തുക. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന പോസ്റ്റർ ഉത്കടാസനയാണ്, അതായത് ചെയർ പോസ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ രണ്ട് കാലും തമ്മിൽ അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മളുടെ കൈ രണ്ടും ഉയർത്തിക്കൊണ്ട് നമ്മളുടെ മുട്ട് മടക്കിയിട്ട് ഇതേപോലെ ചെയറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. എന്നിട്ട് മേലോട്ട് നോക്കണം. ഇതാണ് ഉത്കടാസന. ഞാൻ സൈഡിൽ നിന്ന് ഒന്ന് കാണിക്കാം. അപ്പൊ നമ്മൾ രണ്ട് കാലും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഇരിക്കുക, ഉത്കടാസനയിൽ ഇരിക്കുക. എന്നിട്ട് മേലോട്ട് നോക്കുക. ഇവിടെ നമ്മളുടെ മുട്ട് ഒരിക്കലും നമ്മുടെ ടോസിനെ അങ്ങോട്ട് കടക്കാൻ പാടില്ല. എപ്പോഴും അതിന്റെ ബാക്കിലായിരിക്കണം നമ്മുടെ മുട്ട് നിൽക്കേണ്ടത്. ഇനി ഉത്കടാസനയിൽ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. സ്ലോലി മുട്ട് നിർത്തി നമ്മുടെ കൈയും റിലീസ് ചെയ്യുക. ഇനി അടുത്ത പോസ്റ്റർ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉത്തന്നാസനയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കൈയും ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോവർ ബാക്കിൽ നിന്ന് ബെൻഡ് ചെയ്ത് വന്ന് നമ്മുടെ ടോസിനെ ക്യാച്ച് ചെയ്യണം. നമ്മുടെ ഈ വിരലുകളെ പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് നിൽക്കണം. ഇവിടെ നമ്മുടെ നീ സ്ട്രെയിറ്റ് ആയിരിക്കും, ബെൻഡ് ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല സ്ട്രെയിറ്റ് ആയിട്ടാവും നീ ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ നോക്കിയിട്ട് ഇങ്ങനെ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. ഇതാണ് ഉത്തന്നാസന. അപ്പോ ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. Now slowly come back to center. എങ്ങനെയാണോ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി അതുപോലെ തന്നെ തിരിച്ചു വരണം. അപ്പൊ നമ്മൾ സ്റ്റാൻഡിങ് ആസനാസ് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ ഈ ഒരു വീഡിയോയില്. ഇനി നമ്മൾ സിറ്റിംഗ് ആസനാസ് ചെയ്യാൻ പോവുകയാണ്. സിറ്റിംഗ് ആസനാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മലാസനയിൽ ഇരിക്കണം, പിന്നെ ദണ്ഡാസനയിലോട്ട്. അങ്ങനെ നമ്മൾ സിറ്റിംഗ് ആസനാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മലാസനയിൽ ഇരുന്നു. നമുക്ക് കുറച്ച് നേരം മലാസന ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഓരോ കൗണ്ടിലും നമ്മൾ ട്രൈ ടു ഇംപ്രൂവ് ദ പോസ്റ്റർ. നമ്മൾ എൽബോ വെച്ചിട്ട് നീനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. Now slowly move to Dandasana. Move to Dandasana. കാൽ രണ്ടും നന്നായി സ്ട്രെയിറ്റ് ആക്കി വെച്ച് നമ്മളുടെ സ്പൈനെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ദണ്ഡാസനയിൽ ഇരിക്കണം. ഇനി നമ്മൾ ദണ്ഡാസനയിൽ നിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജാനുശീർഷാസനയാണ്. അതിനുവേണ്ടി നമ്മുടെ കാലിനെ മടക്കിയിട്ട് നമ്മുടെ ഇന്നർ തായ്സിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ട് കൈയും റൈസ് ചെയ്തിട്ട് മൂവ് ഫോർവേഡ് ആൻഡ് ക്യാച്ച് യുവർ ടോസ് ആൻഡ് ലുക്ക് ഫോർവേഡ്. ജാനുശീർഷാസന കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. ബിഗിനേഴ്സ് ആദ്യം നമ്മുടെ ടോസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓരോ ബ്രീത്തിലും പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. Now slowly come back to center and release. ഇതുപോലെ തന്നെ ഈ നമ്മളിനി ലെഫ്റ്റ് ലെഗ് മടക്കി ഇതുപോലെ വെച്ചതിന് ശേഷം ഇൻഹേൽ ചെയ്ത് റൈസ് ചെയ്യും, എക്സേൽ ചെയ്ത് ബെൻഡ് ഫോർവേഡ് ചെയ്യും. നമ്മളെ ലെഗിനെ ക്യാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പോസ്റ്റർ ഹോൾഡ് ചെയ്യും. 1 2 3 4 and 5. Now slowly come back and release the posture.
പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വക്രാസനയാണ്. വക്രാസന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈറ്റ് ലെഗിനെ ഒന്ന് ബെൻഡ് ചെയ്ത് നമ്മുടെ ബട്ടക്സിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിനെ നമ്മുടെ ബാക്കിൽ വെച്ചതിന് ശേഷം ഈ കൈയെടുത്തിട്ട് നമ്മുടെ നീനെ ഒന്ന് ഉള്ളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആംഗിൾ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് നമ്മുടെ ഷോൾഡറിലൂടെ ബാക്കിലോട്ട് നോക്കിയിട്ട് ഇരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ ഹോൾഡ് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങളുടെ കൈ നമുക്ക് ഫസ്റ്റ് എന്തായാലും ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ നമ്മളുടെ എൽബോ വെച്ചിട്ട് നീനെ ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിന്നാൽ മതി. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കിലൂടെ നമ്മുടെ ഷോൾഡറിലൂടെ ബാക്കിലോട്ട് നോക്കി ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി ബിഗിനിങ്ങിൽ. ഈ ഒരു പോസ്റ്ററിൽ കംഫർട്ട് ആയതിനു ശേഷം മെല്ലെ ഇങ്ങോട്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫിംഗേഴ്സിനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിലോട്ട് നോക്കിയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് വക്രാസന. നമുക്ക് ഹോൾഡ് ചെയ്യാം വക്രാസന. അപ്പോൾ നമ്മുടെ ആംഗിൾ ക്യാച്ച് ചെയ്തതിന് ശേഷം ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. Now slowly release your neck first. പിന്നെ നമ്മുടെ കൈ റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കാലും റിലീസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇത് ലെഫ്റ്റ് സൈഡിൽ ചെയ്യും. ലെഫ്റ്റ് ലെഗ് ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ട് വയ്ക്കുന്നു. നമ്മൾ ഈ വേസ്റ്റ് ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുത്ത് നമ്മുടെ നീനെ ഒന്ന് ഉള്ളിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ആംഗിൾ ക്യാച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഷോൾഡറിലൂടെ ബാക്കിലോട്ട് നോക്കുന്നു. ഇതാണ് അപ്പോൾ വക്രാസന. ഹോൾഡ് ദെയർ ഇൻ ദ പോസ്ചർ. 1 2 3 4 and 5. Now slowly release your neck, then your hands, then leg. ഇപ്പൊ ഈ 5 കൗണ്ട്സ് വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാനും അതുപോലെ ബിഗിനർ ആയതുകൊണ്ടുമാണ് 5 കൗണ്ട്സ് ചെയ്യുന്നത്. വൺസ് നിങ്ങൾ ആ പോസ്റ്ററിൽ കംഫർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹോൾഡിംഗ് കൗണ്ട് കൂട്ടണം. 10 അതേപോലെ 50 20 കൗണ്ട്സിലോട്ടൊക്കെ നമ്മൾ ഇത് ഹോൾഡ് ചെയ്യാൻ തുടങ്ങണം. എന്നാലാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്ററിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അത്രയും ടൈം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറീസ് വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോസ്റ്ററിലോട്ട് കറക്റ്റ് എത്തിയതിന് ശേഷം നമ്മൾ ഹോൾഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എല്ലാം നമ്മൾ 5 കൗണ്ട്സ് ചെയ്താൽ മതി. പിന്നെ 7 10 അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷിമുത്തനാസനയാണ്. പക്ഷിമുത്തനാസന ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാലും സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ 2 കൈയും ഉയർത്തിയിട്ട് ഒന്ന് നമ്മുടെ സ്പൈനൊക്കെ ഫുള്ളായി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലോവർ ബാക്കിൽ നിന്ന് ബെൻഡ് ചെയ്ത് വന്ന് ഇതേപോലെ നമ്മുടെ ഫൂട്ട് രണ്ടും ഹോൾഡ് ചെയ്യുക. നമ്മളെ ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്യുക. ഇവിടെ എത്തൽ തന്നെ ബിഗിനേഴ്സിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ എത്തുന്ന വരെ ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. 1 2 3 4 and 5. ഇപ്പോ ഫസ്റ്റ് തന്നെ ഇവിടെ എത്തിക്കൊള്ളണമെന്നില്ല. ഞാൻ ജാനുശിഷ്യൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എത്തുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇത്രയും എത്തും, പക്ഷെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് സാധാരണ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുന്ന തരത്തിലെത്തണം. ഇത് ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇതുവരെ ചെയ്താൽ മതി. പിന്നെ സ്ലോലി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി പോസ്റ്റർ. അടുത്തത് നമ്മൾ ബദ്ധകോണാസന ചെയ്യും. ബദ്ധകോണാസന ചെയ്യാൻ വേണ്ടിയിട്ട് 2 നീസും ബെൻഡ് ചെയ്ത് നമ്മുടെ 2 കാലിൻ്റെയും അടിഭാഗം ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ എത്രത്തോളം നമ്മുടെ മുട്ട് നമ്മുടെ മാറ്റിലോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. Now ഇനി നമുക്ക് തിത്ലി ആസന സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മളെ കാലിന്റെ 2
മുട്ടുകളും കാലും ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക. അതിനെയാണ് തിത്തില്യാസന എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഒരു 5 കൗണ്ട്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ വജ്രാസനത്തിലോട്ട് വരാം. വജ്രാസനത്തിലോട്ട് വരാൻ വേണ്ടി 2 മുട്ടുകളും മടക്കിയിട്ട് നമ്മൾ നമ്മുടെ കാഫ് മസിൽസിൽ ഇരിക്കണം. ഇതാണ് വജ്രാസന. ഇവിടുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരികാസനയാണ്. പരികാസന വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുട്ടിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ലെഗിന് ആദ്യം പുറത്ത് വയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബെൻഡ് ചെയ്യുക. അതുപോലെ ചെസ്റ്റ് പറ്റാവുന്നത്ര ഓപ്പൺ ചെയ്ത് സീലിങ്ങിലോട്ട് നോക്കുക. ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. ഇതിപ്പോ ഇത്രത്തോളം എത്തിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഇത്രയും നമുക്ക് പറ്റുള്ളൂ, ചിലപ്പോൾ ഇവിടം വരെ പറ്റുള്ളൂ. ഹോൾഡ് ദെയർ ആൻഡ് ട്രൈ ടു ഇംപ്രൂവ്. ഒരുപാട് ചെയ്യണ്ട, പറ്റാവുന്നത്ര ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ സ്ലോലി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പോസ്റ്റർ റിലീസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടും ചെയ്യും. ലെഫ്റ്റ് സൈഡിലെ കാല് പുറത്തേക്ക് വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യാൻ തുടങ്ങുക. ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 and 5. Slowly come back and release the posture. Now from here we will move to table. In table we will do Marjari Vithilasana, cat and cow posture. So for that, inhale and look into the ceiling, arch down. Exhale, chin to chest and arch up. 2 3 4 and 5. ഇതിന് ശേഷം നമ്മൾ അശ്വസഞ്ചലനാസനയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് ടേബിൾ വൈഡൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിലോട്ട് നമ്മുടെ 2 കൈകളുടെ ഇടയിലോട്ട് വയ്ക്കും. ഇപ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് 90 ഡിഗ്രി ആംഗിളും ഈ ലെഗ് 45 ഡിഗ്രി ആംഗിളിലും ആയിരിക്കും. 2 കൈയും ഫ്ലോറിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ നോക്കി പോസ്റ്റർ ഹോൾഡ് ചെയ്യാം. 1 2 3 4 and 5. ഇനി ഈ കാല് ബാക്കിലോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കാല് ഇൻ ബിറ്റ്വീൻ നമ്മുടെ കൈയിന്റെ 2ന്റെ ഇടയിൽ വെക്കുക. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വെക്കാൻ വായിച്ചില്ലാന്ന് വരും. ഇവിടെ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൈ വെച്ച് മൂവ് ചെയ്ത് വെക്കുക. ഇനി ഈ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. Now slowly release your leg. കാല് ബാക്കിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾക്ക് ശിശുവാസനത്തിൽ ഇരിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ കാഫ് മസിലിൽ ഇരുന്നതിന് ശേഷം സ്ലോലി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നിട്ട് നമ്മുടെ തല മാറ്റിൽ മുട്ടിക്കുക. ഹോൾഡ് ദെയർ, സ്റ്റേ ദെയർ. 1 2 3 4 and 5. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മക്കരാസനയിലോട്ട് പോവും. മക്കരാസനയിൽ എത്തിയതിന് ശേഷം നമ്മൾ ശലഭാസനയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കൈ 2 എടുത്ത്
നമ്മുടെ പെൽവിക് റീജിയനിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം 2 കാലും പൊന്തിച്ചു കൊടുക്കുക. എത്രത്തോളം പൊന്തിക്കാൻ പറ്റുമോ അത്രത്തോളം പൊന്തിക്കുക. ഹോൾഡ് പോസ്ചർ. 1 2 3 4 and 5. Slowly drop your leg and release your hand. Now we will do Bhujangasana. അപ്പോൾ ഭുജംഗാസന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൈ നമ്മൾ ചെസ്റ്റിൻ്റെ സെയിം ലെവലിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അപ് ടു നേവൽ റൈസ് ചെയ്യുക. എൽബോ ബെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. കൈമുട്ട് ബെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. ഹോൾഡ് ദ പോസ്ചർ. 1 2 3 4 and 5. Now slowly drop your head and release the posture. Now we will turn into right side and we will do Anandasana. In right side we will do Anandasana. Hold your big toe and straighten your leg. നമ്മുടെ ബിഗ് ടോ ടച്ച് ചെയ്തതിനു ശേഷം നമ്മൾ ലെഗ് സ്ട്രൈറ്റ് ചെയ്യണം. Hold the posture. 1 2 3 4 and 5. Slowly drop your leg. നമ്മൾ ഇനി ലെഫ്റ്റ് സൈഡിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കടന്നതിന് ശേഷം നമ്മുടെ റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്തിട്ട് റൈറ്റ് നീ സ്ട്രൈറ്റൻ ചെയ്ത് കാല് പൊക്കിയിട്ട് ഇതേപോലെ കടക്കുക. അപ്പോൾ ആനന്ദാസനയിൽ വന്നതിന് ശേഷം ഹോൾഡ് ചെയ്യുക. നമുക്ക് പോസ്റ്ററിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് റെഫർ ചെയ്യുക. എന്നിട്ട് ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. Now slowly drop your leg and turn to your back. Lie on your back. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഉത്തന്ന പാദാസന ചെയ്യും. അതിന് വേണ്ടിയിട്ട് 2 കാലും ഉയർത്തിയിട്ട് 90 ഡിഗ്രിയിൽ കൊണ്ടുവരിക. ഇനിയൊക്കെ സ്ട്രെയിറ്റ് ആക്കി പിടിച്ചതിന് ശേഷം ഉത്തന്ന പാദാസന ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. Now slowly bend your knee and നമ്മളെ കാലിൻ്റെ അടിഭാഗം കൈകൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആനന്ദ ബാലാസന. ഇതും ഹോൾഡ് ചെയ്യുക. 1 2 3 4 and 5. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മുടെ കാല് ഡ്രോപ്പ് ചെയ്തിട്ട് 2 മുട്ടുകളും സൈഡിലോട്ട് ഡ്രോപ്പ് ചെയ്യണം. അതുപോലെ നമ്മുടെ കാൽപാദങ്ങൾ രണ്ടും ഇതേപോലെ ജോയിൻ ചെയ്യണം. ഇതാണ് സുപ്തബദ്ധകോണാസന. ഇത് നല്ലൊരു ഹിപ്പ് ഓപ്പണിംഗ് ആസനയാണ്. നമ്മൾ ഓരോ ബ്രത്തിലും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ നമ്മുടെ കാലുകളെ നിലത്തോട്ട് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഹോൾഡ് ദ പോസ്ചർ. 1 2 3 4 and 5. ഇനി സ്ലോ ആയിട്ട് കാല് റിലീസ് ചെയ്തിട്ട് ശവാസനത്തിൽ കിടക്കുക. ശവാസനത്തിൽ ലെഗ്സ് അപ്പാർട്ട്, ടോസ് പുറത്തോട്ട് ആക്കി നിർത്തുക. കൈ രണ്ടും ബോഡിയിൽ നിന്ന് കുറച്ച് ദൂരം മാറ്റി നിർത്തിയിട്ട് പാംസ് ഫേസിങ് ടു സീലിംഗ്, ഐസ് ക്ലോസ്ഡ്, നോസ് പോയിന്റിംഗ് ടു സീലിംഗ്. റിലാക്സിങ് ശവാസന. Take few deep inhalation and exhalation first.
Then normalize your breathing. In Shavasana, you can play any meditative music and relax there for 5 to 10 minutes. Once the relaxation is complete, you can slowly bend your left knee and turn to the right side. And stay here for few seconds. Take 2 to 3 breaths here. Then slowly, by using the support of your left hand, sit in Sukhasana. Now, here we will bless the whole world together. Om Loka Samasta Sugino Bhavantu. Loka Samasta Sugino Bhavantu. Loka Samasta Sugino Bhavantu. Om Shanti Shanti Shanti. After this, place your hands on top of your face like widely by covering your entire face. Now slowly open your eyes. എന്നിട്ട് നമ്മുടെ ഈ കയ്യിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ നമ്മളിങ്ങനെ നോക്കണം. അതിനുശേഷം സാവധാനം കൈയെടുത്ത് മാറ്റും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് ഉള്ളത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, നിങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഒരുപാട് ആസനങ്ങളും അതിൻ്റെ ബെനിഫിറ്റ്സും ഒരുപാട് യോഗ ടെക്നിക്സുകളുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.